ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നോക്കാം കേട്ടോ. ഞാൻ കട്ട് പീസ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് എന്തിനൊക്കെയാണ് കട്ട് ചെയ്ത് വെച്ചതെന്നൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഒരു വയസ്സായ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ യോക്ക് പാർട്ടാണ് ഈ കട്ട് ചെയ്ത് വെച്ചത്. യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 ഇഞ്ചും വിഡ്ത്ത് വരുന്നത് 7 ഇഞ്ചുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ സ്ലീവ് കൊടുക്കുന്നത് ഒരു സ്ട്രാപ്പ് ടൈപ്പാണ് സ്ലീവ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2.5 ഇഞ്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 സ്ട്രാപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 6 ഇഞ്ചാണ്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് 5 ഇഞ്ചായിട്ടാണ് കിട്ടേണ്ടത്. അതുപോലെ തന്നെ 2 സൈഡിലും കൂടെ 5 ഇഞ്ച് 2.5 ഇഞ്ചായിട്ടാണ് ഒരു ഭാഗത്ത് വരിക കേട്ടോ. അടുത്തതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് ആണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 10 ഇഞ്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മെയിൻ പീസ് 7 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വള്ളിയും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലെങ്ത്തൊന്നും ഞാൻ മെഷർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്കേർട്ട് പാർട്ടിൻ്റെ മെയിൻ പീസ് 7 ഇഞ്ചായിരുന്നു. 7.5 ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് വരുന്നത് പ്ലീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 80 ഇഞ്ച് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം 20 ഇഞ്ച്, അങ്ങനെ 4 പീസായിട്ട് ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ലെങ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് 4.5 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് 80 ഇഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ടോട്ടല്. ഇത്രയൊക്കെയാണ് കട്ടിങ്ങിൻ്റെ പാർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്ട്രാപ്പ് ഉണ്ടായിരുന്നല്ലോ, സ്ലീവ് കൊടുക്കണ ആ ഒരു സ്ട്രാപ്പാണ്. ഇത് ടോട്ടൽ ലെങ്ത്ത് കാണിക്കുകയാണ്. 6 ഇഞ്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ആ 2 സ്ട്രാപ്പും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിലൂടെ ഒന്ന് മറിച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കണം. പതിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനാണ് ഇങ്ങനെ പതിച്ചടിക്കുക എന്ന് പറയണത്. മനസ്സിലാവണുണ്ടാവും വിചാരിക്കണേ ഞാൻ പറയണത്. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ആ സ്ട്രാപ്പും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് സ്ട്രാപ്പ് അടിച്ച് കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ അതേപോലെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ യോക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് യോക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൽ എങ്ങനെയാണ് പ്ലീറ്റൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം.
യോക്ക് പാർട്ടിൻ്റെ നല്ല വശം അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ് കൊടുക്കാം. ഒരുപോലെ പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ സ്കേർട്ട് പാർട്ടിലും അതുപോലെ തന്നെ യോക്ക് പാർട്ടിലും സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു മുട്ടുസൂചി എന്തെങ്കിലും ഒന്ന് കുത്തി വെക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപോലത്തെ നല്ല വൃത്തിയായിട്ട് ഒരുപോലെയുള്ള പ്ലീറ്റുകൾ കിട്ടും. ഇപ്പോൾ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഫ്രണ്ട് പീസിലും അതുപോലെ തന്നെ ബാക്ക് പീസിലും പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപോലെയുള്ള ചെറിയ ചെറിയ പ്ലീറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മളൊരു പീസ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പ്ലീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പീസ് ഫ്രണ്ട് പീസിലും അതുപോലെ തന്നെ ബാക്ക് പീസിലും ചെറിയ ചെറിയ ഞെറിവുകളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് താഴെ ഭാഗത്തെ ആ ഒരു പ്ലീറ്റ് കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഫ്രണ്ടിലും ബാക്കിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ടിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സ്കേർട്ടിൻ്റെ അത്യാവശ്യം ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തു, അതുപോലെ തന്നെ ഈ ഒരു വള്ളി പിടിപ്പിക്കുകയും ചെയ്തു. ആ ഒരു ഭാഗം ഇതിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ബോൻ്റെ കട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ എത്രയാണ് എടുത്തതെന്നുള്ളത് ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഓർമ്മ കിട്ടണില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്നത് ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഒരു മാസത്തൊക്കെ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് എത്ര എടുത്തു എന്നുള്ളതൊരു കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു യോക്ക് പാർട്ടിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് ആ ഒരു കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോരോ അളവായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് എത്ര വേണ്ടതെന്നുള്ളതിനനുസരിച്ച് എടുക്കുക. ഞാൻ ഇതിൽ എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്നുള്ളത് കാണിച്ചു പോകുന്നുണ്ട്. ഒരുപോലെ മടക്കി പിടിച്ചിട്ട് നമ്മൾ സൂചി വെച്ചിട്ടൊന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന പീസ് ഞാൻ ഫ്രോക്കിൽ തന്നെ ആദ്യം തന്നെ ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം, നിങ്ങൾ അതുപോലെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്ന പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് എത്രയാണ് ലെങ്ത്തും വിഡ്ത്തും വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ആദ്യം അതിനൊരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നമ്മൾ ഫ്രോക്കിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ വെച്ച ആ ഒരു പീസ് ഞാൻ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രോക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ലെങ്ത്തും വിഡ്ത്തൊക്കെ നോക്കിയിട്ട് ഞാൻ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒരു ബോ അതിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ തുന്നി പിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അഴിഞ്ഞു പോരും. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ബോ ഇവിടെ സെൻറ്ററിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഓരോ ബീഡ്സായിട്ട് ഞാനിതിൽ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. അത് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടൊരു ബോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഫ്രില്ലും ഇതിൻ്റെ താഴ്ഭാഗം ഈ ഒരു സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് പീസ് വെച്ചിട്ടും ചെറിയ മക്കൾക്ക് നല്ല ഭംഗിയുള്ള ഫ്രോക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു ചുരിദാറിൻ്റെ ബാക്കി പീസ് വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്.